എന്തോ ദുഷ്ടാണല്ലോ ചോദ്യം. കാരണം പാർട്ടിയിൽ നിന്ന് നിർദ്ദേശിക്കുന്നതോ അത് കേൾക്കുക എന്നുള്ളതല്ലാതെ പി സിക്ക് എന്താ പ്രത്യേകത? അല്ല, പത്തനംതിട്ട പാർലമെന്റ് നിയമനം നല്ല സുരക്ഷിതമായ ഒരു മണ്ഡലമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം, ഒരു സംശയം വേണ്ട. നമസ്കാരം. ജനപക്ഷ നേതാവ് എന്ന രീതിയിൽ പി സി ജോർജിന്റെ അവസാനത്തെ അഭിമുഖം അല്ലെങ്കിൽ അവസാനത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പരാമർശിക്കുകയുണ്ടായി. വി എസ് അച്യുതാനന്ദൻ മുതൽ ഇങ്ങോട്ട് പിണറായി വിജയൻ വരെയുള്ള രാഷ്ട്രീയ പരമ്പരകളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം പത്രസമ്മേളനം പൂർത്തിയാക്കിയത്. വളരെ ആർജവത്തോടു കൂടി തന്നെ, ഊർജ്ജസ്വലനായിക്കൊണ്ട് തന്നെയാണ് പി സി ജോർജ് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത്. ഞാൻ ഇപ്പോൾ ബി ജെ പി കാരൻ എന്ന നിലയിലല്ല നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത്, എന്നാൽ ഞാൻ ബി ജെ പി കാരൻ തന്നെയാണ്. പക്ഷേ ജനപക്ഷ നേതാവ് എന്ന നിലയിൽ എൻ്റെ അവസാനത്തെ പത്രസമ്മേളനമാണ് ഇത് എന്നാണ് പി സി ജോർജ് പത്രസമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ആമുഖമായി പറഞ്ഞത്. അതായത് ജനപക്ഷത്തെ ബി ജെ പിയിൽ ലയിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സുരക്ഷിതത്വ ബോധം തോന്നുന്നു. അതായത് ജനപക്ഷത്തിലെ എല്ലാ നേതാക്കൾക്കും അല്ലെങ്കിൽ എല്ലാ പ്രവർത്തകർക്കും വളരെ സുരക്ഷിതത്വ ബോധം തോന്നുന്നു. പിണറായി വിജയന്റെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ തുറന്ന മനസ്സോടുകൂടി ഞങ്ങൾ ബി ജെ പിയിൽ നിന്ന് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഇനി പോരാടും. പിണറായി വിജയൻ എന്ന കാട്ടുകള്ളനെതിരെ പോരാടാൻ കിട്ടുന്ന ഈ സുവർണാവസരത്തിന് ഞങ്ങൾക്ക് മറ്റൊരു ശക്തി കൂടി കൈവന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞത്. അതായത് ബി ജെ പിയോടൊപ്പം ചേർന്ന് കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ എന്ന കാട്ടുകള്ളനെ നേരിടുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭാഷ അത് തന്നെയായിരുന്നു. പിണറായി വിജയൻ എന്ന ഭരണാധികാരി കാട്ടുകള്ളൻ എന്ന് തന്നെയാണ് പി സി ജോർജ് പലയിടങ്ങളിലും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ കാട്ടുകള്ളനെ നേരിടുവാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരു കരുത്തുകൂടി ശക്തി കൂടി കൈവന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പി സി ജോർജ് പത്രസമ്മേളനത്തിന്റെ ആമുഖമായി തന്നെ പറഞ്ഞത്. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർ രസകരമായ പല ചോദ്യങ്ങളും പി സി ജോർജിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സരസമായി സംസാരിക്കുന്ന, മാധ്യമങ്ങളോടാകട്ടെ അല്ലെങ്കിൽ പൊതു പ്രവർത്തകരോടും അണികളോടും എല്ലാവരോടും ഒരേ രീതിയിൽ ചിരിച്ചു കളിച്ചുകൊണ്ട് പെരുമാറുന്ന, എന്നാൽ നർമ്മരസം വെടിഞ്ഞ് കുറുക്കിക്കൊള്ളേണ്ട കാര്യങ്ങൾ അതുപോലെ പറയാനും പി സി ജോർജിന് അറിയാം. വെടിപൊട്ടുന്ന രീതിയിൽ സംസാരിക്കുവാൻ പി സി ജോർജിന് നന്നായി അറിയാം. എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ അസ്ത്രം എയ്ത് കൊള്ളിക്കണം, ആർക്കൊക്കെ ഞാൻ പറഞ്ഞാൽ പൊള്ളിക്കണം എന്നുള്ളതെല്ലാം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. എന്നാൽ കാര്യങ്ങളെ വളരെ ലാഘവത്തോടു കൂടി കാണുകയും വളരെ ലളിതമായ രീതിയിൽ കേൾക്കുന്നവർക്ക് ഒരു മുഷിപ്പുളവാക്കാത്ത രീതിയിൽ സംസാരിക്കുവാനും പെരുമാറുവാനും പി സി ജോർജിന് നന്നായി അറിയാം. അതായത് ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ട മെയ് വഴക്കവും മനസാന്നിധ്യവും എപ്പോഴും അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തന്റെ അണികളോടും പ്രവർത്തകരോടും സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടത്ര ഊർജം പകരുവാനും രാഷ്ട്രത്തിന്റെ ഇന്നത്തെ ഗതി എന്താണ്, നമ്മുടെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നുള്ളതെല്ലാം വളരെ കൃത്യതയോടുകൂടി ഗൗരവമായ ചിന്തയോടുകൂടി തന്നെ അവരിലേക്ക് എത്തിക്കുവാനും അദ്ദേഹത്തിന് വളരെ ഭംഗിയായി തന്നെ അറിയാം. ബി ജെ പിയിൽ ചേരുന്നതിന് മുമ്പ് തന്റെ സഭാ നേതൃത്വവുമായി, മെത്രാന്മാരുമായി താൻ ചർച്ച നടത്തിയിരുന്നു, അണികളുമായി ചർച്ച നടത്തിയിരിക്കുന്നു, തന്റെ പാർട്ടിയിലെ നേതാക്കളുമായി ചർച്ച നടത്തി. അതിനുശേഷം തന്നെയാണ് ബി ജെ പിയിൽ ലയിക്കുവാനുള്ള, ജനപക്ഷത്തെ ബി ജെ പിയിൽ ലയിപ്പിക്കുവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചത് എന്ന് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞത്. അതായത് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതിന് മുമ്പ് അദ്ദേഹം വളരെ വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. തന്റെ അണികളും പ്രവർത്തകരും നേതാക്കന്മാരും അതുപോലെ തന്നെ സഭാ മേലധ്യക്ഷന്മാരുമായും എല്ലാം അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ഗൗരവമേറിയ ചർച്ചകൾ നടത്തിയിരുന്നു, കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അതിനുശേഷം തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്ന് തന്നെയാണ് അറിയുന്നത്. എന്നാൽ ഒരു മാധ്യമപ്രവർത്തകൻ ഈ പത്രസമ്മേളനത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, പി സി ജോർജ് ഇനി പത്തനംതിട്ടയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ സരസമായ രീതിയിൽ തന്നെയാണ് പി സി ജോർജ് അതിന് മറുപടി പറഞ്ഞത്. നിങ്ങൾ ഏതറ്റം വരെ എല്ലാം പോയി സ്വപ്നം കണ്ടിരിക്കുന്നു. എനിക്ക് യാതൊരു കാരണവശാലും മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ മറ്റ് അധികാരമോഹങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. വി എസ് അച്യുതാനന്ദൻ എന്നെ മന്ത്രിയാക്കാൻ വേണ്ടി അദ്ദേഹം കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പാർട്ടിയിൽ ഒരു ഭിന്നത വേണ്ട എന്ന് കണക്കാക്കി താൻ അന്ന് മന്ത്രിയാകുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് എന്ന് കൂടി പത്രസമ്മേളനത്തിൽ പി സി ജോർജ് അനുസ്മരിക്കുകയുണ്ടായി. എന്നാൽ തന്റെ പാർട്ടിയിലെ തന്നെ നേതാവായിരുന്ന, കേരള കോൺഗ്രസിന്റെ നേതാവായ, ജോസഫ് വിഭാഗത്തിന്റെ നേതാവായ
PJ ജോസഫ് തനിക്ക് ഒരു കാരണവശാലും മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ പാർട്ടിയിൽ മറ്റു ഉന്നത സ്ഥാനങ്ങളോ ഒന്നും തന്നെ കിട്ടരുതെന്നുള്ള കൃത്യമായ വാശിയുള്ള ആൾ കൂടിയായിരുന്നു എന്ന് തന്നെയാണ് പത്രസമ്മേളനത്തിൽ തുറന്നടിച്ചുകൊണ്ട് PC ജോർജ് സംസാരിച്ചത്. പാര വയ്ക്കുവാൻ PJ ജോസഫിനെ പോലെ മറ്റാരും തന്നെ ഇല്ല എന്നുകൂടി അദ്ദേഹം ചേർത്ത് പറഞ്ഞു. എന്താണ് PJ ജോസഫിന് എന്നോട് ഇത്രയധികം വിരോധത്തിന് കാരണം എന്ന് മനസ്സിലാകുന്നില്ല എന്നുകൂടിയാണ് PC ജോർജ് തുറന്നു പറഞ്ഞത്. അതെന്തായാലും അതെല്ലാം കഴിഞ്ഞ കഥകൾ. അത് പറയാൻ കാരണം എനിക്ക് ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് അധികാരമോഹങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇനി ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അധികാരത്തിൽ എനിക്കുള്ള താല്പര്യം എന്താണ്, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും അധികാര സ്ഥാനത്തേക്ക് വരണമോ വേണ്ടയോ എന്നുള്ളതെല്ലാം എൻ്റെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബഹുമാന്യനായ രമേശ് ചെന്നിത്തലയെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോടെല്ലാം ചോദിച്ചു നോക്കാം എന്ന് തന്നെയാണ് PC ജോർജ് പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്, അദ്ദേഹത്തോട് നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയോട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചരിത്രങ്ങൾ അറിയാൻ സാധിക്കും. ഞാൻ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ അധികാരമോഹിയായിരുന്നില്ല എന്ന് തന്നെയാണ് PC ജോർജ് പറയുന്നത്. എന്നാൽ പിണറായി വിജയനെതിരെ കൃത്യമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന PC ജോർജിനെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. PV കുടുംബം ഈ കേരളത്തെ വിറ്റുതുലയ്ക്കുന്നു എന്ന് തന്നെയാണ് പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് എപ്പോഴും PC ജോർജ് പറയാറുള്ളത്. പിണറായി വിജയന് ഭരണം എന്ന് പറഞ്ഞാൽ തന്റെ കുടുംബത്തിന്, PV കുടുംബത്തിന് വേണ്ടിയുള്ള ഒന്ന് തന്നെയാണ് എന്നാണ് PC ജോർജ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. കേരളത്തിന്റെ ഖജനാവ് കൈയിട്ട് വാരി മുടിക്കുക, കേരളത്തിലെ എല്ലാ പദ്ധതികളിലും കൃത്യമായി വിഹിതം പിണറായി വിജയന്റെ വീട്ടുപെട്ടിയിൽ വന്ന് വീഴുക, ആ തരത്തിലാണ് പിണറായി വിജയൻ ഭരണം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് PC ജോർജ് പല ഇടങ്ങളിലും വെച്ച് സംസാരിച്ചിട്ടുള്ളത്. ഈ കാട്ടുകളനെ, അതായത് പിണറായി വിജയനെ ഭരണത്തിൽ നിന്ന് ഇറക്കിയാലേ കേരളം രക്ഷപ്പെടുകയുള്ളൂ എന്ന് തന്നെയാണ് PC ജോർജ് എപ്പോഴും പറയുന്നത്. അത് തന്നെ അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാൽ മറ്റൊരു കാര്യം കൂടി PC ജോർജ് എടുത്തു പറയുന്നു. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം പാവപ്പെട്ട ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി തന്നെ ഉള്ളതാണ്, അത് പിരിച്ചുവിടണം എന്നാണ് തന്റെ എല്ലാ കാലത്തെയും അഭിപ്രായം. താനിത് നേരത്തെയും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് PC ജോർജ് വ്യക്തമാക്കിയത്. പത്തനംതിട്ടയിൽ PC ജോർജ് BJPയുടെ സ്ഥാനാർത്ഥി ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറമെ കേൾക്കുന്ന വർത്തമാനങ്ങൾ. എന്നാൽ അതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം വേരുകൾ ഓടിത്തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിച്ചപ്പോൾ തരക്കേടില്ലാത്ത വോട്ട് നേടിയിരുന്നു. എന്നാൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഏതാണ്ട് 3 ലക്ഷത്തിലധികം വോട്ടാണ് പത്തനംതിട്ടയിൽ ഉള്ളത്. ലോക്സഭയിൽ അത് നിസ്സാര വോട്ടല്ല എന്നുള്ള കാര്യം വിസ്മരിക്കാനാവില്ല. മാത്രമല്ല PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിഗതമായ നല്ല ബന്ധമാണ് പത്തനംതിട്ടയിലുള്ളത്. കക്ഷി രാഷ്ട്രീയ ഭേദത്തിന് ഉപരിയായി പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് എല്ലാവരുമായി നല്ല ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ BJP സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ PC ജോർജിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് 3 ലക്ഷത്തിലധികം വോട്ടുള്ള പത്തനംതിട്ടയിൽ PC ജോർജിന്റെ സ്വാധീനം മൂലം കിട്ടാവുന്ന വോട്ടുകളും BJPയുടെ സ്ഥിരം വോട്ടുകളും കൂടി ചേരുമ്പോൾ തീർച്ചയായും PC ജോർജ് പത്തനംതിട്ടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയുള്ള കണക്ക് കൂട്ടലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. എന്നാൽ BJPയുടെ ഭാഗത്തു നിന്നും ചില കണക്കുകൂട്ടലുകളോട് കൂടി തന്നെയാണ് PC ജോർജിനെ BJPയിലേക്ക് എടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പുറമെ അറിയാൻ കഴിയുന്ന വാർത്തകൾ. പക്ഷേ PC ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഇനിയും സ്ഥിരീകരണം വന്നിട്ടില്ല. മിക്കവാറും PC ജോർജ് തന്നെയായിരിക്കും പത്തനംതിട്ടയിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും താൻ അധികാരത്തിന് വേണ്ടി ശ്രമിക്കുന്നില്ല, അധികാരമോഹിയല്ല എന്നെല്ലാം PC ജോർജ് പറയുമ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ലോക്സഭ സ്ഥാനാർത്ഥിയായി PC ജോർജ് BJP ടിക്കറ്റിൽ മത്സരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. PC ജോർജ് പത്തനംതിട്ടയിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഏതാണ്ട് 90% ഉറപ്പാണ് PC ജോർജ് കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് PC ജോർജ് പത്തനംതിട്ടയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി കിട്ടും, അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയെ പ്രദാനം ചെയ്യുവാൻ PC ജോർജിന് സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതെന്ത് തന്നെയായാലും PC ജോർജ് പത്തനംതിട്ടയിൽ അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയനെയും BS അച്യുതാനന്ദനെയും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ PJ ജോസഫിനെയും കുഞ്ഞാലിക്കുട്ടിയെയും എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് നടത്തിയ ഈ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിന്ന് താൻ മത്സരിക്കും എന്ന് തന്നെ PC ജോർജ് എടുത്തു പറയുമ്പോൾ
PC ജോർജിനും ചില കണക്കുകൂട്ടലുകളുണ്ട്. തീർച്ചയായും പത്തനംതിട്ടയിൽ നിന്ന് PC ജോർജ് മത്സരിക്കും എന്നാണ് അറിയുന്നത്. PC ജോർജ് പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനം നോക്കുമ്പോൾ, സുരേന്ദ്രൻ നേടിയ വോട്ടിന്റെ കണക്ക് നോക്കുമ്പോൾ ന്യൂനപക്ഷത്തിന്റെ 3 ലക്ഷം വോട്ടുകളും അതിൽ ഒരു പരിധിവരെയെങ്കിലും PC ജോർജിന് നേടാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും PC ജോർജിന് പത്തനംതിട്ടയിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുവാൻ പറ്റും എന്ന് തന്നെയുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് PC ജോർജ് പത്തനംതിട്ടയിൽ എന്തായാലും സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് 90% ഉറപ്പായിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. PC ജോർജ് ജനപക്ഷം നേതാവ് എന്ന രീതിയിൽ നടത്തിയ അവസാന പത്രസമ്മേളനത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അത് അത്രമാത്രം ഒരു സുരക്ഷിത ബോധം ജനപക്ഷം പ്രവർത്തകർക്ക് BJPയിലേക്കുള്ള ആ പ്രവേശനത്തോടുകൂടി ഒരു സുരക്ഷിത ബോധം ഉണ്ടായിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ സന്തോഷകരമായി പ്രവർത്തിക്കാൻ കഴിയുന്നു, സുഖകരമായി പ്രവർത്തിക്കാൻ കഴിയുന്നു, ഭയരഹിതമായി മുമ്പോട്ട് പോകാൻ കഴിയുന്നു, അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പകരാൻ കഴിയുന്നു എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം. ഈ കാര്യം വളരെ ആത്മാർത്ഥമായി നിങ്ങളെ അറിയിക്കുകയാണ്. EK കാസർഗോഡിക്ക് ഞാൻ പറഞ്ഞ EK കാസർഗോഡ് വർക്കിംഗ് ചെയർമാൻ, അത് അദ്ദേഹത്തെ കൂടി ഇന്ന് കൊണ്ടുവന്നത് അതുകൊണ്ടാണ്. ഇനി പ്രത്യേകിച്ച് സംശയമൊന്നും ആർക്കും ഇല്ലെന്ന എൻ്റെ ഒരു വിചാരം ഉണ്ടോ? BJPക്കാരനായിട്ടല്ല ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ BJP ആണ്, ജനപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള ലാസ്റ്റ് പത്രസമ്മേളനം ഇതാ. ഏതാ എൻ്റെയോ? PC എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുമില്ല, ധൈര്യമായിട്ടും കൊടുത്തു. അത് പാടില്ല. അത് ഞാൻ പ്രഖ്യാപിക്കാൻ ഒന്നും പറയില്ല, ഒന്നും പാടില്ല. അതെ, എനിക്ക് എന്തോ ദുഷ്ടാണല്ലോ ചോദ്യം. കാരണം പാർട്ടിയിൽ നിന്ന് നിർദ്ദേശിക്കുന്നതോ അത് കേൾക്കുക എന്നുള്ളതല്ലാതെ PCക്ക് എന്താ പ്രത്യേകത? അല്ല, പത്തനംതിട്ട പാർലമെന്റ് നിയമങ്ങളുള്ള നല്ല സുരക്ഷിതമായ ഒരു മണ്ഡലമാണ് BJP സംബന്ധിച്ചിടത്തോളം, ഒരു സംശയം വേണ്ട. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടിയതിനേക്കാൾ 68,000 വോട്ടിന് കുറവേ BJP സ്ഥാനാർത്ഥിക്കുള്ളൂ. അതിൻ്റെ അർത്ഥം 37,000 വോട്ട് ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടിയത് മേടിക്കാൻ കഴിയുന്ന ആര് നിന്നാലും പത്തനംതിട്ട ജയിച്ചു എന്നർത്ഥം. ഞാൻ പാർട്ടി നിർദ്ദേശിച്ചാൽ എടുക്കും, പാർട്ടി നിർദ്ദേശിക്കട്ടെ, അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് കൊണ്ട് ചിന്തിച്ചു പോകുന്ന ആവശ്യം. ഈ കുശപ്പ് കുന്നായ്മ രാജ്യത്തുള്ള എല്ലാ കൂടി കൊണ്ട് ചുമന്നുകൊണ്ട് വരാതെ നിങ്ങൾ വെറുതെ വേണ്ടാത്തൊന്നും പറയാൻ പോകണ്ട. നല്ല കാര്യമാണ്. നിങ്ങൾ ആരെങ്കിലും മന്ത്രിയായാലും എനിക്കിഷ്ടമാണ്, നമുക്ക് സന്തോഷമാണ്. ഞാനതിലൊന്നും നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. എന്നെ വ്യക്തിപരമായ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇന്ന് വരെ ഒരു കാര്യത്തിന് ഒരു സ്ഥാനത്തിന് വേണ്ടി ആരോടും പിണങ്ങുകയോ അഭിപ്രായ വ്യത്യാസം പറയുകയോ ചെയ്തിട്ടില്ല. VS നിങ്ങൾക്കറിയാം, വളരെ സ്ട്രോങ് ആയിരുന്നു എന്നെ മന്ത്രിയാക്കാൻ. അദ്ദേഹം സ്ട്രോങ് ആയിട്ട് നിന്ന് നിലപാടെടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹം കുറച്ച് തീരുമാനമെടുത്താൽ മന്ത്രിയാകും. ആരെതിർത്താലും ഞാൻ മന്ത്രിയാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞു, ദൈവത്തെ ഓർത്ത് എന്നെ മന്ത്രിയാക്കരുത്. കാരണം പാർട്ടിക്ക് അത് വെറുതെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവും, വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം വേണ്ടെന്ന് വെച്ചത്, അല്ലാതെ എൻ്റെ തീരുമാനമാണ്, വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഓർക്കണം, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നപ്പം രമേശ് ചെന്നിത്തലൊക്കെ ഇപ്പോൾ ജീവിച്ചിരുമ്പോൾ ചോദിച്ചോളും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ സീരിയസ് ആയി കോൺഗ്രസ് നേതൃത്വം മുഴുവൻ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ലീഗ് നേതാവ് പാണക്കാട് തങ്ങൾ, ഇവരെല്ലാം കേരള കോൺഗ്രസ് 3 മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്നു. മാണി ജോസഫ് മാത്രമല്ല, ജോർജ് കൂടെ മന്ത്രിയാണെന്ന് ഞാൻ ഇരിക്കുന്ന വേദി വന്ന് പറഞ്ഞു. മനസ്സിലായില്ല, എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് ചർച്ച ചെയ്തപ്പോൾ ജോസഫിന് 2 മന്ത്രി മതി എന്ന് നിർബന്ധം. PJ ജോസഫ് എല്ലായിടത്തും 2 കിട്ടും 3 വേണമെന്ന് പറയും. ഇവിടെ എൻ്റെ പാർട്ടി മാത്രം 3 കിട്ടും, 2 മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അതല്ല ശരി എന്ന് ഞാൻ പറഞ്ഞാൽ അന്നേരം വീണ്ടും ഒരു സ്പ്ലിറ്റ് കൂടാ. കേരള സംസ്കാരമല്ലേ, അതുകൊണ്ടല്ലേ ഇത് പിരിച്ചു കൊടുക്കുന്നത് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു 2 മതി. ഞാൻ അന്നേരം തീരുമാനിച്ചു, അന്ന് 71 ആയുള്ളത്. ഞാൻ തീരുമാനിച്ചത് എന്താ നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. മന്ത്രിസ്ഥാനം വേണ്ട, അതുകൊണ്ടല്ലേ അന്ന് വഴക്കുണ്ടാക്കാതെ.
അല്ലാതെ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി ഇന്ന് വരെ ആരെങ്കിലുമായി ഒരു തർക്കത്തിന് പോലും ഞാൻ മുതിർന്നിട്ടില്ല. ഇത് കഴിഞ്ഞ് ചീഫ് വിപ്പ് സ്ഥാനം മുസ്ലിം ലീഗിൻ്റെ അലോട്ട് ചെയ്തു. ചീഫ് വിപ്പ് സ്ഥാനം എനിക്ക് തന്നപ്പോൾ എനിക്കാണെന്ന് പറഞ്ഞ് തന്നതാണ്. അതിന് വഴക്കുണ്ടായല്ലോ. ജോസഫ് പറഞ്ഞ് പറ്റുകയെന്ന്, PC ജോർജിനെ ആക്കാൻ പറ്റുകയെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞ് ലീഗിന് തന്നെ വീണ്ടും പോയി ചീഫ് വിപ്പ് സ്ഥാനം. അപ്പോൾ പാർട്ടി കമ്മിറ്റി 9 കമ്മിറ്റി കൂടി. ആ കമ്മിറ്റി വെച്ച് എല്ലാവരും കൂടെ ജോസഫിനെ അടിച്ചിരുത്തി ഭൂരിപക്ഷം പുറയാക്കി ജോർജ് ചീഫ് വിപ്പ് ആകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചീഫ് വിപ്പായി. അതും വേണ്ടെന്ന് പറഞ്ഞതായിരുന്നു. എല്ലാം ജോസഫായിരുന്നു പാര. എന്താണോ അങ്ങനെ പാര വിദഗ്ധനാണല്ലോ ഞാൻ. എൻ്റെ പൊന്നുമാൻ, ഈ നാണംകെട്ട പ്രസ്ഥാനമല്ലേ കേരളത്തെ ക്രിസ്ത്യാനിയെ നശിപ്പിച്ചത്? എന്തിനായിരുന്നു പുറകെ കിടക്കുന്നത്? ഇത് പിരിച്ചുവിട്ട് വേറെ പണി നോക്കട്ടെന്ന്. കേരള കോൺഗ്രസ് എന്തിനാണ് ഉണ്ടാക്കിയത്? കുറേ ആളുകൾ കൊള്ളയടിക്കാൻ വേണ്ടി, മോട്ടിക്കാൻ വേണ്ടി, പിടിച്ചു പറിക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ ചരിത്രം ഒന്ന് എടുക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. R. ശങ്കർ എന്ന് പറഞ്ഞ അതിപ്രഗത്ഭനായ മുഖ്യമന്ത്രി, അതിലേറെ പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രി VT ചാക്കോ, അത് നിലയ്ക്ക് കിടക്കുക. ആ PT ചാക്കോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ക്രിസ്ത്യാനിയാണ്, ശരിയാണ്, രാജിവെച്ചു. ആ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം രാജിവെച്ചപ്പം എന്താ ഉണ്ടായി? ശങ്കർ നോക്കിയിട്ട് അന്ന് നിയമസഭയിലെ ഏറ്റവും പ്രഗത്ഭനായ ക്രിസ്ത്യാനിയായ MLA, അതാരാ? T. A. തൊമ്മൻ. അദ്ദേഹം തൊമ്മയ്യർ എന്നാണ് നിയമസഭ വിളിച്ചിരുന്നത്. കാരണം നിയമപരമായ എല്ലാ അവസാന വാക്ക് നിയമസഭയ്ക്കകത്ത് T. A. തൊമ്മൻ്റെതാണ്. പൂഞ്ഞാർ MLA ആണ് അദ്ദേഹം. ആ തൊമ്മനെ പിടിച്ച് മന്ത്രിയാക്കി. പിന്നെ PT ചാക്കോയെ അവഗണിച്ചെന്ന് പറഞ്ഞ് പറയാൻ പാർട്ടിയോടൊക്കെ എന്താ പ്രസക്തി? വഞ്ചനയല്ലേ KM ജോർജ് നടത്തത്? KM ജോർജും അതല്ലെങ്കിൽ ആ കൂടത്തിലുള്ളവർ നടത്തിയ ഏറ്റവും വലിയ വഞ്ചന, ആത്മവഞ്ചനാണ്. ക്രിസ്ത്യാനിയായ PT ചാക്കോയെ മാറ്റി മരിച്ച PT ചാക്കോയ്ക്ക് പകരം ക്രിസ്ത്യാനിയായ നിയമസഭയിലെ ഏറ്റവും വലിയ നിയമവിദഗ്ധനായ T. A. തൊമ്മനെ മന്ത്രിയാക്കി പ്രതിഷേധിച്ചുകൊണ്ട് 15 MLA-മാരുണ്ടായി കേരള കോൺഗ്രസ്. എന്നാ കേരള കോൺഗ്രസ്സാണ്? മന്നത്തപ്പൻ ആദ്യം ഇവരുടെ പറഞ്ഞ കൂട്ടത്തിൽ കൂടി കേരള കോൺഗ്രസ് പേര് കൊടുത്ത അദ്ദേഹമല്ലേ. 3-ാം മാസം അദ്ദേഹം പറഞ്ഞു ഇത് കള്ളത്തറ ഇട്ടേച്ച് പോവുക, ഞാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമേ മന്നത്തപ്പൻ തന്നെയാണ് കേരള കോൺഗ്രസ് ഉപേക്ഷിച്ച് പോയത്. പിന്നെ എന്നെപ്പോലെ പാവപ്പെട്ടവർ ഉപേക്ഷിക്കാൻ പറ്റും. ഇത് വഞ്ചകന്മാരുടെ ഇടപാടാണ്. കേരള കോൺഗ്രസ് പിരിച്ചുവിടണം. ഞാൻ ഇപ്പോഴല്ല പറഞ്ഞത്, ഈ പ്രസ് ക്ലബിൽ നിന്ന് ഒരു 5 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു ഇത് പിരിച്ചുവിടണം. ഇത് കള്ളന്മാരുടെ ഇടപാടാണ്. വെറും കൈക്കൂലിയും കൊള്ളയടിക്കാൻ വേണ്ടി, കേരളത്തിൽ സർക്കാർ കൊള്ളയടിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രസ്ഥാനമാണ്. നിർത്തണം എന്ന് ഞാൻ പറയും. ഇപ്പോഴും ഇത് തന്നെ പറയും. ഒരു സംശയം വേണ്ട.